ബദറിൻ കളത്തിൽ നബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله العلي العظيم. قال النبي صلى الله عليه وسلم تركت فيكم أمرين لم تضلوا ما تمسكتم بهما كتاب الله وسنة نبيه. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സ്ഥാപനം മറ്റു മുത്താലിം സുഹൃത്തുക്കൾ, ഇസ്ലാമിക മാർഗത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഇൽമുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കാൻ ഇൽമു തഫ്സീർ ഉണ്ട്, അറബി വ്യാകരണം അറിയാൻ ഇൽമു നഹ്വ് ഉണ്ട്, വാദപ്രതിവാദങ്ങൾ നടത്താൻ ഇൽമു മുനാവറയുണ്ട്. ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇൽമുകൾ തന്നെയാണ്. പക്ഷേ ഇവയ്ക്ക് എല്ലാത്തിനും മുകളിലായി, എല്ലാത്തിൻ്റെയും മാതാവായി ഒരു മനുഷ്യന് ഏറ്റവും ആദ്യമായി ആവശ്യമുള്ളത് എന്തെന്ന് ചോദിച്ചാൽ അത് ഇൽമുൽ ഹദീസ് മാത്രമാണ്. കാരണം ഇൽമുൽ ഹദീസ് ഇല്ലെങ്കിൽ ദീനിന്റെ ഒരു കാര്യവും ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമുൽ ഹദീസാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കുന്നതിൽ ഹദീസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പൂർണ്ണമാകുന്നത് ഖുർആൻ അത് ജീവിച്ച് കാണിച്ചു തന്നതായ പ്രവാചകർ സന്നിധിയിൽ ചേരുമ്പോഴാണ്. ഖുർആൻ അല്ലാഹു തആലയുടെ നിയമപുസ്തകമാണെങ്കിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് കാണിച്ചു തരുന്ന വിവരമാണ് ഹദീസുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉത്തമമായ മാതൃകയുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ഖുർആൻ നമ്മളോട് നമസ്കാരം നിലനിർത്താൻ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം എങ്ങനെ നമസ്കരിക്കണം, എത്ര വഖത്ത് നമസ്കരിക്കണം, റുകൂഅ് സുജൂദ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഹദീസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത്തിഉ അല്ലാഹ വ അത്തിഉ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. മറ്റൊരായത്തിൽ കാണാം, റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നുവോ അവൻ അല്ലാഹുവിനെയും അനുസരിക്കുന്നവനാണ് ഖുർആൻ വ്യക്തമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ കേവലം ഒരു മനുഷ്യന്റെ യുക്തിയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി അടിസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവ്യബോധം നൽകപ്പെടുന്ന ഒരു വഹി, ഒരു സന്ദേശം മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതിനെ സ്വീകരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലക്കിയതിനെ ഉപേക്ഷിക്കലും ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ്.
ഹദീസുകൾ കേവലം ആരാധന കർമ്മങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ അവന്റെ മാതാപിതാക്കളോട്, അവന്റെ ഭാര്യ സന്താനങ്ങളോട്, അവന്റെ അയൽക്കാരനോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല കച്ചവടം ചെയ്യേണ്ട മര്യാദകൾ, ഭരണാധികാരികളുടെ കടമകൾ, നീതി നടപ്പാക്കൽ എന്നിവയെല്ലാം ഹദീസുകൾ വ്യക്തമാക്കി തരുന്നു. ഇൽമുൽ ഹദീസ് എന്ന മഹത്തായ വിജ്ഞാനം നമ്മുടെ പക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മുടെ ഈ ഉമ്മത്ത് വഴികേടിലാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആർക്കും എന്ത് നുണകൾ വേണമെങ്കിലും പറയാമായിരുന്നു. സുന്നത്തിനെ പിന്തുടരാൻ കഴിയില്ലായിരുന്നു. അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ സ്വഭാവങ്ങൾ, അവിടുത്തെ അംഗീകാരം നമുക്ക് ലഭിക്കാതെ പോകുമായിരുന്നു. മറിച്ച് വഴികൾക്കില്ലാതെ കപ്പൽ പോലെ നമ്മുടെ ഉമ്മത്ത് വഴിതെറ്റി പോകുമായിരുന്നു. എന്നാൽ ഏത് സത്യം ഏത് അസത്യം എന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഒരു പരിചയമാണ് ഇൽമുൽ ഹദീസ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാന ഖുൽഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിന്റെ പ്രായോഗിക രൂപമാണ് ഇൽമുൽ ഹദീസ് എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഉമ്മത്തിനോട് പറഞ്ഞു, വഴിപിഴച്ചു പോവാതിരിക്കാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സകതും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു നബിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിടിച്ചു പോവുകയില്ല. ഒന്നാമതായ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും, രണ്ട് എന്റെ ചര്യ അതായത് ഹദീസുമാകുന്നു. ഹദീസുകൾ വേണമെന്ന് പ്രതിപാദിക്കാനും ഖുർആൻ മാത്രം മതിയെന്ന് പറയാൻ ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ വഴികേടിലാവാതെ അവൻ ജീവിക്കണമെങ്കിൽ ഹദീസ് തന്നെ വേണം. ഹദീസ് തന്നെയാണ് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖുർആനിന്റെ അറിവ് ലഭിക്കണമെങ്കിലും ഫിഖ്ഹിന്റെ നിയമങ്ങൾ അറിയണമെങ്കിലും അവന്റെ ജീവിതം നേർവഴിക്ക് നയിക്കണമെങ്കിലും ഹദീസുകളില്ലാതെ അവൻ ഹദീസുകൾ പഠിക്കാതെ ഒരിക്കലും ദീനിയായ ഒരു കാര്യത്തിലും അവന്റെ ദീനിയായ ഒരു കാര്യത്തിൽ അവനിക്ക് പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റാനും ആ ഹദീസുകൾ പഠിക്കാനും ആ ഹദീസുകൾ പഠിച്ചത് അനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല